എല്ലാവർക്കും നമസ്കാരം. സേനാനി സിവിൽ സർവീസ് അക്കാഡമിയിലേക്ക് സ്വാഗതം. അക്കാഡമിയുടെ ക്ലാസുകൾ SCERT NCERT അടിസ്ഥാനീകരിച്ച് സിലബസിനുള്ളിൽ ഒതുക്കി ചിട്ടപ്പെടുത്തിയിരിക്കുന്നതാണ്. തീർച്ചയായും പ്രിലിമിനറിക്കും മെയിൻസിനും ഉപകരിക്കുന്നതുമാണ്. നിങ്ങൾക്ക് ഉപകരിച്ചാൽ പ്രോത്സാഹനമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മടിക്കരുത്. ഇന്നത്തെ ടോപ്പിക് മലബാർ കലാപം. നിസ്സഹകരണ പ്രസ്ഥാനം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഉണ്ടായ ഒരു സുപ്രധാനമായൊരു സംഭവമാണ് മലബാർ കലാപം. മദ്രാസ് പ്രസിഡൻസിയിലെ ഒരു ജില്ലയായ മലബാറിൽ ഖിലാഫത്ത് നിസ്സഹകരണ പ്രസ്ഥാനത്തിന് വ്യാപകമായ പിന്തുണ ലഭിച്ചിരുന്നു. ഏറനാട്, വള്ളുവനാട് താലൂക്കുകളിൽ ഈ പ്രസ്ഥാനത്തിനുണ്ടായ മുന്നേറ്റം ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥരിൽ സംഭീതിയുണ്ടാക്കി. യോഗങ്ങളും പ്രകടനങ്ങളും നിരോധിച്ചുകൊണ്ടും ഖിലാഫത്ത് കോൺഗ്രസ് നേതാക്കളെ അറസ്റ്റ് ചെയ്തുകൊണ്ടും പ്രസ്ഥാനത്തെ അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർ ശ്രമിച്ചു. കലാപം പൊട്ടിപ്പുറപ്പെടുന്നതിന് മുമ്പ് മലബാറിൽ 3 വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉണ്ടായിരുന്നു. 1 കർഷക പ്രസ്ഥാനം, 2 ഖിലാഫത്ത് പ്രസ്ഥാനം, 3 നിസ്സഹകരണ പ്രസ്ഥാനം. പിന്നീട് ഈ 3 പ്രസ്ഥാനങ്ങളും ലയിച്ച് ഒന്നായിത്തീർന്നു. കോൺഗ്രസ്, ഖിലാഫത്ത് സംഘടനകൾ മലബാറിലെ മാപ്പിളമാരുടെ പിന്തുണ നേടുവാൻ പരിശ്രമിച്ചിരുന്നു. തങ്ങളുടെ സാമ്പത്തികപരമായ പരാധീനതകളും മതപരവും സാംസ്കാരികപരവുമായ സമത്വം പ്രകടിപ്പിക്കുന്നതിനുമുള്ള ഒരവസരമായി ഈ തൃതീയ പ്രക്ഷോഭങ്ങൾ അവർ കരുതി. 1921 ജൂലൈയിലുണ്ടായ പൂക്കോട്ടൂർ സംഭവം സ്ഥിതികൾ കൂടുതൽ വഷളാക്കി. പൂക്കോട്ടൂർ ഖിലാഫത്ത് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ആയിരുന്ന വടക്കേ വീട്ടിൽ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് നടത്തിയ ശ്രമം നിരവധി സംഘടനകൾക്കു കാരണമായി. മാപ്പിളമാർ പോലീസ് സ്റ്റേഷനുകൾ ആക്രമിക്കുകയും സർക്കാർ ഖജനാവുകൾ കൊള്ളയടിക്കുകയും സർക്കാർ ഓഫീസുകൾ നശിപ്പിക്കുകയും ചെയ്തു. ആര്യൻകുന്നത്ത് കുഞ്ഞഹമ്മദ് ഷാജി, കുമരൻ പൂത്തൂർ, സീതിക്കോയ തങ്ങൾ, അലി മുസ്ലിയാർ എന്നീ നേതാക്കളാണ് ലഹള നയിച്ചത്. അപ്പുറം തിരൂരങ്ങാടി, മഞ്ചേരി, പെരിന്തൽമണ്ണ എന്നിവയായിരുന്നു കലാപത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ. തങ്ങളെ ചൂഷണം ചെയ്യുകയും ബ്രിട്ടീഷുകാരുടെ കയ്യാളന്മാരായി പ്രവർത്തിക്കുകയും ചെയ്തിരുന്ന ജമ്മിമാർക്കെതിരെയും മാപ്പിളമാരുടെ രോഷം ആളിക്കത്തുകയുണ്ടായി. നിരവധി ജമ്മിമാരെ അവരുടെ ആക്രമണത്തിനിരയായി. ഇതോടെ മലബാർ കലാപത്തിന് ഒരു ജമ്മി വിരുദ്ധ സ്വഭാവം കൈവന്നു. 1921 ഡിസംബർ അന്ത്യത്തോടെ കലാപം അടിച്ചമർത്താൻ ബ്രിട്ടീഷുകാർക്ക് സാധിച്ചു. ഏറ്റവും കിരാതമായ രീതിയിലാണ് കലാപം അമർച്ച ചെയ്യപ്പെട്ടത്. ആയിരക്കണക്കിന് ആളുകളെ ജയിലിലടച്ചും അനേകം പേരെ നാടുകടത്തുകയും ചെയ്തു. ഔദ്യോഗിക കണക്കുപ്രകാരം 2337 പേർക്ക് ജീവഹാനി സംഭവിച്ചു. കലാപത്തോട് ബന്ധപ്പെട്ടുണ്ടായ വാഗൺ ട്രാജഡി ബ്രിട്ടീഷുകാരുടെ മനുഷ്യത്വരഹിതമായ നടപടികളിലൊന്നായിരുന്നു. മലബാറിലെ ഈ ബ്രിട്ടീഷ് ജമ്മി വിരുദ്ധ കലാപത്തെ ഒരു വർഗീയ ലഹളയായി അവർ ചിത്രീകരിക്കുകയും ചെയ്തു. അവസാനിച്ചിരിക്കുന്നു. തുടർന്നുള്ള ക്ലാസുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സേനാനി സിവിൽ സർവീസ് അക്കാഡമിക്ക് വേണ്ടി ശബ്ദം നൽകിയിരിക്കുന്നത് വൈഷ്ണവ്. താങ്ക് യു ഫോർ